അലി, നിങ്ങളിപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? മുഴുവൻ A+ ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ കുട്ടി എന്താണ് പറയുന്നത്? ഏത് വിഷയം എടുക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഏത് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഈ ചർച്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നം ആരും ചർച്ച ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അതായത് A+ സംവിധാനം, A+ തുടങ്ങുന്നത് 90 മുതൽ 100 വരെയാണ്. ആ 90 കിട്ടിയ കുട്ടിക്കും 100 കിട്ടിയ കുട്ടിക്കും ഒരേ പരിഗണന എന്ന രൂപത്തിൽ അഡ്മിഷനിൽ വരികയാണ്. അപ്പോ അത് A+ കിട്ടിയ കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ കിട്ടാത്തതിന്റെ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് A+ സംവിധാനം, ഈ സംവിധാനം, അതായത് ഏകജാലക വിൻഡോ എന്ന് പറയുന്ന പരിപാടി തന്നെ, ആ സോഫ്റ്റ്വെയർ ആൽഗോരിതം സെറ്റ് ചെയ്തത് തന്നെ നമ്മളുടെ പൊതുവിദ്യാഭ്യാസത്തെ പുഷ്ടിപ്പെടുത്തലാണോ, അല്ലെങ്കിൽ നമ്മളുടെ കാലിബറുള്ള കുട്ടികളുടെ മേലോട്ടുള്ള പോക്കിന് നല്ലതായിട്ടാണോ എല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിലൊരു വിഷയം ഞാൻ എന്റെ മോളെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, മോളുടെ ഹാഫ് ഇയർലി എക്സാമിനും ആനുവലിന്റെ എക്സാമിന് തൊട്ട് മുമ്പേ നടന്ന മോഡൽ എക്സാമിന് 480 477 മാർക്ക് കിട്ടിയ കുട്ടിയാണ്. ഞാനിപ്പോ എന്റെ മോളിപ്പോ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്കൂളും സീറ്റ് കിട്ടാതെയാണ്. അവിടെ ആ കുട്ടിയുടെ മാനസിക അവസ്ഥ, ഈ പൊതുവിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന, അല്ലെ നമ്മളുടെ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതായത് മാനസികമായിട്ട് എക്സാം എഴുതുമ്പോ അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. റിസൾട്ട് വരുമ്പോ ഒരു ടെൻഷൻ ഇല്ലാണ്ടാണ് റിസൾട്ടിനെ അവർ അഭിമുഖീകരിച്ചത്. ഈ അലോട്ട്മെന്റ് വരുമ്പോ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് കുട്ടികൾ വരുന്നത്. 3 അലോട്ട്മെന്റിന് സീറ്റ് കിട്ടിയില്ല എന്ന് അറിയുമ്പോൾ അവരുടെ ഇത്രയും കാലത്തുള്ള, അതായത് ഞാൻ എന്റെ മോളെ കണ്ടത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അവസ്ഥയിൽ നിന്ന് അവരുടെ കോൺഫിഡൻസ് ലെവല് എത്രയോ താഴോട്ട് പോയി. അതിന്റെ കാരണം അവർക്ക് മെറിറ്റിൽ കിട്ടേണ്ട ഒരു അംഗീകാരം കേരള ഗവൺമെന്റ്, അല്ലെ നമ്മളുടെ ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് കിട്ടാതാവുമ്പോ ആ സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ എന്റെ മോൾക്ക് വന്ന പോലെ പല കുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ടാവും ഈ അവസ്ഥ. അപ്പോ ഒന്ന്, ഏകജാലകത്തിന്റെ ആൽഗോരിതം റീചെക്ക് ചെയ്യപ്പെടണം, അതിൽ ഫോൾട്ട് ഉണ്ടോ എന്ന് പഠിക്കണം. 2, A+ സംവിധാനം, ഈ ഗ്രേഡിംഗ് സംവിധാനത്തിൽ നമ്മൾ ഈ മുന്നോട്ട് പോവുകയാണെങ്കിൽ കഴിവുള്ള കുട്ടികൾ തഴയപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് പഞ്ചായത്ത്, പിന്നെ സെയിം മുനിസിപ്പാലിറ്റി, സെയിം പഠിച്ച സ്കൂൾ, ഇതിനൊക്കെ ഗ്രേഡിങ്ങിൽ മാർക്കാണ്. അപ്പോ എന്റെ പഞ്ചായത്തിൽ ഒരു സ്കൂളേ ഉള്ളൂ. ആ സ്കൂളിൽ 60 സീറ്റേ ഉള്ളൂ +2 സയൻസിന്. അതേ സ്ഥാനത്ത് നമ്മളെ കുട്ടികളെക്കാളും ഒരുപാട് താഴെ മാർക്കുള്ള, അതായത് 9 A+ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് മുനിസിപ്പാലിറ്റിയിൽ 5 സ്കൂൾ ഉണ്ടെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടും. അപ്പൊ ഈ സംവിധാനം നടക്കുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, നല്ല, അതായത് പഠിക്കാൻ മിടുക്കന്മാരും മിടുക്കികളും ആയിട്ടുള്ള കുട്ടികൾ എവിടെയെങ്കിലും തഴയപ്പെടുന്നുണ്ടോ? ആ തഴയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? അതിന് നമ്മൾക്ക് എന്ത് പരിഹാരം ഉണ്ട് എന്നുള്ള ഒരു ചർച്ച ഇവിടെ എല്ലാം ആരും ഉന്നയിച്ചായിട്ട് കണ്ടിട്ടില്ല. അതില് സീറ്റ് കുറവിന്റെ പ്രശ്നം, നമ്മളുടെ എല്ലാ മക്കളും പഠിക്കേണ്ട സീറ്റിന്റെ കുറവ് നല്ലോണം ഉണ്ട്. ആ ഭാഗം മാത്രം ചർച്ച ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ഇതും കൂടെ രക്ഷിതാവെന്ന നിലയിൽ ഞാൻ ഫേസ് ചെയ്ത പ്രശ്നം എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും മുന്നിലേക്ക് ഈ കാര്യം കൂടെ അവതരിപ്പിക്കുന്നു. പിന്നെ വേറൊരു ഇഷ്യൂ, അതായത് നമ്മളുടെ ഈ പൊതുവിദ്യാഭ്യാസം ഇപ്പം എത്തിയിരിക്കുന്ന അവസ്ഥ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം എന്റെ മുന്നിൽ ഇപ്പം ഇന്നത്തെ മന്ത്രിയുടെ പ്രസ്താവന കാണുമ്പോഴും നമ്മളെ സമരമുഖങ്ങളും ഇപ്പത്തെ നിലവിലെ ഗവൺമെന്റ് നേരിടുന്ന കാണുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷയും നമുക്കില്ല. എന്താ ആവാൻ പോകുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പൊ എന്താണ് ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്ത് തീരുമാനം എടുക്കാം? മോൾ ഓരോ ദിവസവും ചോദിക്കുന്നത് 24-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്, എനിക്ക് അഡ്മിഷൻ കിട്ടൂല എന്നുള്ള ഉറപ്പല്ലേ? അപ്പൊ നമ്മൾ എന്താണ് അടുത്തതായിട്ട് ചെയ്യുക എന്ന് ചോദിക്കുമ്പോ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എന്റെ ഓപ്ഷൻ നിയറസ്റ്റ് സ്ഥലത്തുള്ള അല്ലാത്ത പ്രൈവറ്റ് സ്കൂളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോ എവിടെയാണ് ഈ നമ്മളുടെ സംവിധാനത്തിലെ പിഴവെന്ന് നമ്മളെല്ലാവരും പരിശോധിക്കണം. അതായത് 480 477 ഹാഫ് ഇയർലിക്കും മോഡൽ എക്സാമിന് കിട്ടിയ കുട്ടി പ്രൈവറ്റിലേക്ക് നിർബന്ധിതമാകുകയാണ്, പോകേണ്ടി വരുന്ന ഒരു നിർബന്ധ ഘട്ടത്തിലെത്താണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പഠിക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.